വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങൾ ദുരന്ത ഭൂമിയാക്കി മാറ്റിയ കേരളത്തെ ആകെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൽ മരണം 200 അടുക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത. അതിശക്തമായ മഴയിൽ വയനാട്ടിലെ പലയിടത്തും ഉരുൾപൊട്ടൽ പതിവാണെങ്കിലും ഇത്തരമൊരു ദുരന്തം അപ്രതീക്ഷിതമായിരുന്നു. സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ്. ഭൗമാന്തർഭാഗത്ത് ടണലുകൾ രൂപപ്പെടുകയും അതിന്റെ ഫലമായി നദി ഒഴുകുന്നത് പോലെ നിരവധി കൈവഴികളിലായി ചെറു തുരങ്കങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറക്കഷ്ണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തേക്ക് ടണലിലൂടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. ഇതിലൂടെ ഒരു പ്രദേശം മുഴുവൻ ദുർബലമാവുകയും മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്യും. മണ്ണിനടിയിൽ ഇത്തരത്തിൽ വലിയ തുരങ്കങ്ങൾ രൂപപ്പെടുന്നതോ അവ ശാഖകളായി വികസിക്കുന്നതോ സംബന്ധിച്ച ഒരു സൂചനയും പുറത്തേക്ക് ലഭിക്കില്ല. കനത്ത മഴ പെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാവും ദുരന്തമുണ്ടാവുക. നിശബ്ദമായി വ്യാപിക്കുന്നത് കൊണ്ട് ഈ പ്രതിഭാസത്തെ ഭൗമശാസ്ത്രജ്ഞർ മണ്ണിന്റെ ക്യാൻസർ എന്നാണ് വിളിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം 13% ചെരിവുള്ള പ്രദേശമാണ്. ഇത് ദുരന്ത സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കുന്നു. മലമുകളിലെ മരങ്ങൾ മുറിക്കുമ്പോൾ അതിന്റെ വേരുഭാഗം ഉണങ്ങി അവിടെ വലിയ പൊത്തുകൾ രൂപപ്പെടുന്നു. മഴ പെയ്യുമ്പോൾ ആ പൊത്തുകളിൽ വലിയ അളവിൽ വെള്ളം ശേഖരിക്കപ്പെടും. ആ വെള്ളം മണ്ണിനടിയിൽ നിലനിൽക്കുകയും അതിനു താഴെ തൊട്ടു താഴെ ഉരുളൻ കല്ലുകൾ രൂപപ്പെടുകയും ചെയ്യും. പിന്നീട് ശക്തമായി മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം സംഭരിക്കാനാകാതെ മുകളിൽ നിന്ന് മണ്ണും കല്ലും വെള്ളവും ഒന്നാകെ താഴേക്ക് പൊട്ടിയൊലിച്ചെത്തും. ഇതുകൂടാതെ വയനാട്ടിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ലാറ്ററൈറ്റ് മണ്ണിന് വെള്ളം ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറവാണ്. 2 ആഴ്ചയായി ജില്ലയിൽ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വെള്ളവും ഭൂമിക്കടിയിലേക്ക് ആഗിരണം ചെയ്യാൻ മണ്ണിന് സാധിക്കാതെ വന്നതാണ് ഉരുൾപൊട്ടലുണ്ടാകാൻ ഇടയായത് എന്നും റിപ്പോർട്ടുകളുണ്ട്. കൽപ്പറ്റയിലെ പുത്തുമലയിൽ 2019 ഓഗസ്റ്റ് 8-നുണ്ടായ ഭീമൻ മണ്ണിടിച്ചിലിന് കാരണവും സോയിൽ പൈപ്പിംഗ് ആണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപത്തും നേര്യമംഗലം തട്ടേക്കണ്ണി റോഡിന് സമീപം തട്ടേക്കണ്ണിയിലും ഇത്തരം തുരങ്കങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ വലിയ ഭാഗം സ്ഥലങ്ങളും സോയിൽ പൈപ്പിംഗ് ഭീഷണിയിലാണ്. ചെറുപുഴയിലെ ചട്ടിവയലിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സോയിൽ പൈപ്പിംഗ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ജീപ്പിന് പോകാൻ വരെ വലിപ്പമുള്ള തുരങ്കങ്ങൾ സംസ്ഥാനത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് പൈക്കാടൻ മലയിലും സോയിൽ പൈപ്പിംഗ് ഉണ്ടെന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം ടൂറിസത്തിന്റെ മറവിൽ ചൂരൽമലയിൽ കെട്ടിപ്പൊക്കിയ റിസോർട്ടുകൾക്കും ഈ ദുരന്തത്തിൽ പങ്കുണ്ട്. റിസോർട്ടുകളും ഹോം സ്റ്റേകളും നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളുകളിലും തടാകങ്ങളിലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ശേഖരിച്ചു വെച്ചിരുന്നത്. സ്വയമേ ദുർബലമായ മലമുകളിലെ ഈ ജലസംഭരണികളിലെ വെള്ളത്തിനൊപ്പം ദിവസങ്ങളായി പെയ്യുന്ന മഴവെള്ളം കൂടി മണ്ണിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലിനും ദുരന്തങ്ങൾക്കും പ്രധാന കാരണമായതെന്ന സത്യം മറച്ചുവെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയെങ്കിലും സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് മഹാദുരന്തങ്ങളായിരിക്കും.